ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, KVയെ പറ്റിയൊന്നുമല്ല. നിങ്ങൾ അറിഞ്ഞാണ് കുറച്ച് വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ വീഡിയോസിനെ കുറിച്ച് കുറച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയാനാണ് ഈ വീഡിയോയിലോട്ട് നിങ്ങൾ കടത്തിയിട്ടത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ, ഈ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണ്ട. ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചത്, ഞാൻ മാത്രം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ ബോറായിരിക്കും. കാരണം ക്ലീൻ ചെയ്യാൻ മടിയതുകൊണ്ടാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മൾ ബ്ലഡ് ഗിൽറ്റ് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്ലഡ് ഗിൽറ്റ് ഒരു വലിയ ഫിലിമാക്കി ചെയ്യാനാണ് പ്ലാൻ. അപ്പം അങ്ങനെ നിങ്ങൾ എന്ന് വെച്ചാൽ തിയേറ്റർ ഫിലിം അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഒരു ബിഗ് ബഡ്ജറ്റ് ഇറങ്ങുന്ന സിനിമയാണെന്ന് ചോദിച്ചാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോസ് വരാൻ ഡിലേ ആയത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമുണ്ട്. മെയിനായിട്ട് നമ്മളിപ്പോൾ പുതിയ സ്റ്റോറീസ്, ഈ ബ്ലഡ് യൂണിവേഴ്സ്, ഒരു യൂണിവേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് ഗിൽറ്റിൻ്റെ കുറേ യൂണിവേഴ്സ്. അതിന് മുമ്പേ ഒരു സിനിമ ഉണ്ട്, അതൊക്കെ വരുന്നതായിരിക്കും. കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞങ്ങൾക്ക് മൂന്നുപേർക്കും സിനിമയിൽ അഭിനയിക്കാനാണ് താല്പര്യം. മെയിനായിട്ട് സിനിമയിൽ അഭിനയിക്കാനാണ് താല്പര്യം. അപ്പം ബ്ലഡ് സ്പ്ലിറ്റ് ടീച്ചർ ഡിലീറ്റ് ചെയ്യാത്ത കാര്യം അറിയാമല്ലോ. കാരണം ബ്ലഡ് ഗിൽറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ടീച്ചർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരു ആക്ടർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ ഈ ആക്ടർ ആവാൻ വേണ്ടിയിട്ട് മാത്രം ആയിട്ടല്ല ഈ ചാനൽ ഉണ്ടാക്കിയത്. സംഭവം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു 2024 മാർച്ച് 5 ഞാൻ ഒരു ചാനൽ തുടങ്ങി. അതിൻ്റെ പേര് സ്പൈഡി വ്ളോഗ്സ്. ഞാൻ അതിൽ വീഡിയോസ് ഇട്ട് തുടങ്ങി. 2023 നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഹാക്കായി പോകാം, ഡിലീറ്റ് ആയി പോകാം എന്നതാണ്. അത് നമ്മുടെ കയ്യിൽ ബ്ലൂബർഗായിട്ട് തിരിച്ചേറ്റി. എന്നിട്ട് ഈ ചാനൽ തുടങ്ങിയതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 10 വീഡിയോയൊന്നും ഇല്ല, 10 വീഡിയോയും ഒരു 3 സബും ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ വിഷ്ണു ചേട്ടൻ ഞാൻ 2022 കണ്ടു തുടങ്ങിയത്. ഏകദേശം ഡിസംബർ 25 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട്. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഫോൺ നമ്പറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ ഒരാഗ്രഹം പറഞ്ഞു, ഇങ്ങനെ ഞാനും കിളിയും കൂടെ ഒരു ചാനൽ തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ അങ്ങനെ സെപ്പറേറ്റ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ആവശ്യം എന്തിനാ, എനിക്കൊരു ചാനൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചേട്ടൻ അറിയുന്നത് എനിക്കൊരു ചാനൽ ഉണ്ടെന്ന്. അപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ലിങ്ക് അയച്ചു തരണം. അപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു. ബാക്കി അനാലിസിസ് ഒക്കെ ചേട്ടൻ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ചാനലൊക്കെയാണ്. അപ്പോൾ തീരുമാനിച്ചു പിന്നെ അതിലങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ അവർ എൻ്റെ കൂടെ ഉണ്ട്. അതായത് 2024 മാർച്ച്, ഇപ്പോൾ 2025 ഇന്നിപ്പോൾ ഫെബ്രുവരി 8-ാം തീയതിയാണ്. 8-ാം തീയതി. അപ്പോൾ 8-ാം തീയതി അത്ര ദിവസമായല്ലേ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ 1 വർഷം ആവാൻ. ആക്ച്വലി 1 വർഷം ആവാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു അത് 11 മാസമായിട്ടുണ്ട് ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നേരത്തെ എടുത്ത് നോക്കിയാൽ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടാണോ ഇല്ലേ? ആക്ച്വലി നിങ്ങൾ കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിന് ഇപ്പോൾ വലിയ അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സബൊക്കെ കുറഞ്ഞ് വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു.
അതൊന്നും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും പുഷ് ചെയ്ത് എടുത്തോളൂ. ഇതെന്നും പറയുന്ന പോലെ നല്ല നമ്മൾ ഇനി തൊട്ട് സാധനം തോളി കൺസിസ്റ്റൻസി ആക്കുന്നതായിരിക്കും വീഡിയോസൊക്കെ. അപ്പം പിന്നെ നമ്മൾ പുതിയ കുറേ സിനിമകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജിൻകോക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. മൈൻഡ് ഹണ്ടർ എന്തായാലും ഇതിൽ തന്നെ ഇറക്കും, അത് ഉറപ്പാണ്. പിന്നെ ജിൻകോയും ഗൂഗിളായാലും എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, അത് ചേട്ടനോട് ചോദിച്ചിട്ട് എനിക്ക് ഉറപ്പിക്കാൻ പറ്റൂ. ജിൻകോ അത്യാവശ്യം ഉറപ്പാണ്, ഒരു തന്നെ വരും. നമുക്ക് പിന്നെ ഒരു പ്രോജക്റ്റ് ബുക്ക് ഉണ്ട്, അതിൽ എത്രയോള് 18 സിനിമയുണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ അതിലൊരു 2% ഇതിലെന്തായാലും കാണും. ബാക്കിയുള്ള ഷോർട്ട് സ്കെച്ചും അങ്ങനെ ചലഞ്ചും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് പള്ളിയിൽ ബിരിയാണി ഇടുന്ന പറഞ്ഞിട്ട് കഞ്ഞി മാത്രമേ ഉള്ളതെന്ന് പറയും. ശരിക്കും അങ്ങനെയൊന്നും അല്ല, സാഹചര്യം അങ്ങനെയാണ്. കാരണം കിളി അവിടെ, ചേട്ടൻ ഇവിടെ, എനിക്ക് ഷൂട്ടിങ്ങിനോ വല്ലപ്പോഴേ പറ്റൂ. മാത്രമല്ല ഇനി കൊല്ലപരീക്ഷ വരാൻ പോകണം. ഇപ്പം എനിക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. മറ്റന്നാളാണ് പരീക്ഷ, മറ്റന്നാൾ പരീക്ഷ എനിക്ക്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റ് ആവും. അപ്പം ടൈറ്റ് എന്ന് വെച്ചാൽ കുറച്ച് കൺസിസ്റ്റൻറ്റ് വീഡിയോസ് ഷൂട്ടിങ് അത് പറയുന്നു. എന്നാലും നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ ഇടും. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാം. പ്രത്യേകിച്ച് എന്താ പറയാൻ. പിന്നെ ഇത് മറ്റേ അരുണെ പിന്നെ കയറ്റാനുള്ള ഒരു പ്ലാൻ വന്നിട്ടുണ്ട്. മിക്കവാറും നമ്മൾ കയറ്റും. കാരണം അവളില്ലാതെ ഒന്നും നടക്കത്തില്ല. ബേസിക്കലി അവളില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒട്ടുമിക്ക എല്ലാ സ്റ്റോറീസിലും അവൾ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അവളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇനി തൊട്ട് വീഡിയോസ് വരുന്നതായിരിക്കും, പുതിയ ഷോർട്ട് സ്കെച്ചും വരുന്നതായിരിക്കും. അപ്പം ചലഞ്ചസും ബാക്കി എല്ലാ കാര്യവും വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ലവ് യു ആൻഡ് ബൈ.